കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദവും ദൈവസന്നിധിയിൽ സന്തോഷകരവുമായിരിക്കയാൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങളും അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന സകല സൗഭാഗ്യങ്ങളും, പ്രത്യേകാൽ ആത്മീകമായി നമുക്ക് ലഭിക്കുന്ന ബലവും ശക്തിയും പ്രത്യാശയും ധൈര്യവുമെല്ലാം ലോകത്തിൽ മറ്റൊരിടത്തു നിന്നും കിട്ടായിക കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനെല്ലാം നന്ദി കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം റോമാലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് ഫറവോനോട് ദൈവം അരുളി ചെയ്യുന്നു. ഈ വാക്യം ഫറവോനെ ദൈവം നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്. ഇന്നത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന കാര്യങ്ങൾ പറയാം. ഫറവോൻ ഇസ്രായേൽ മക്കളെ വല്ലാതെ ഉപദ്രവിച്ച, ഒത്തിരി കഷ്ടപ്പെടുത്തിയ, ഒത്തിരി അടിമത്തം അടിച്ചേൽപ്പിച്ച ഭരണസാരഥിയാണ്. മോശ തൻ്റെ ജനത്തെ വിട്ടയക്കാൻ വേണ്ടി ഫറവോനോട് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ധാഷ്ട്യത്തോടും പുച്ഛത്തോടും യഹോവ ആരെന്നുള്ള ചോദ്യത്തോടും കൂടെ ഇടപെട്ട ഒരു ഭരണകർത്താവാണ് ഫറവോൻ. വേണമെങ്കിൽ ദൈവത്തിന് ഈ 10 പ്രാവശ്യമൊക്കെ മോശ ചെന്ന് 10 ബാധകൾ അയച്ച് ഈ ദൈവത്തെയും ദൈവം അയച്ചവരെയൊക്കെ നിന്ദിക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ ഏകാധിപത്യത്തിലും ദൈവത്തിൻ്റെ സർവശക്തിയിലും ഫറവോനെ വേരോടെ പറിച്ചു കളയായിരുന്നു. നമുക്കൊക്കെ തോന്നും, ഇവിടെ ദൈവം പറയുന്ന വാക്കാണ്, ഫറവോനെ ഞാൻ വെട്ടിക്കളയാതെ, തകർത്ത് കളയാതെ, പറിച്ചു കളയാതെ, കൊന്നു കളയാതെ നിർത്തിയിരിക്കുകയാണ്. നമുക്കും ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം, ഒത്തിരി സങ്കടം വരുമ്പോൾ നമ്മളെ വല്ലാതെ ഉപദ്രവിച്ചവർ, ഒത്തിരി നമ്മളെ നിന്ദിച്ചവർ, കഷ്ടപ്പെടുത്തിയവർ, നമുക്ക് വിരോധമായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, നമ്മൾ ചിലപ്പോൾ തോന്നിയേക്കാം, ഇവരെയൊക്കെ എന്തിനാ നിർത്തിയേക്കണേ, ദൈവം ജീവിക്കുന്നില്ലേ, കർത്താവേ ഇത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് ഉദ്ദേശമെന്ന് നമ്മളെക്കാൾ നന്നായി ദൈവത്തിനറിയാം. എന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടുമൊക്കെ ദൈവം പിന്നെയും ഇവരെ ആരെയും പറിച്ചു കളയാതെ പലരെയും നിർത്തിയിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ചില ഫറവോന്മാർ കാണും. അങ്ങനെ ഉണ്ടെങ്കിലേ ആത്മീകത്തിനൊരു എരിവും മൂർച്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ശരിക്കും ഫറവോനെ നിർത്തിയതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തുക, കുറേയും കൂടി ദൈവത്തെ നിന്ദിക്കുക, ദൈവജനത്തെ പിന്നെയും ആക്ഷേപിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് ഫറവോൻ ചെയ്തു എന്നത് സത്യമാണ്. പക്ഷേ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണം. 2, ലോകം മുഴുവൻ സർവ്വഭൂമിയിലും ദൈവത്തിൻ്റെ നാമം പ്രസ്താവിക്കപ്പെടണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ ഒറ്റയടിക്ക് ഫറവോൻ ഇല്ലാതാകരുത്. ഫറവോൻ നിന്നേ പറ്റൂ എന്നുവരെ, ഈ കാര്യങ്ങൾ വെളിപ്പെടുന്നത് വരെ. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഏത് പ്രതിയോഗിയെയും ഏത് ശത്രുവിനെയും ദൈവമായ കർത്താവ് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിർത്തിയിരിക്കുന്നത്. ആ ഉദ്ദേശം സഫലമാകുന്നത് വരെയും ദൈവം നിർത്തും. അതുവരെയും ഫറവോൻ ശക്തമായിട്ട് ഇസ്രായേൽ മക്കളെ നിന്ദിക്കുകയും പഴിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള എതിരാളികൾ, പ്രതിയോഗികൾ, ശത്രുക്കൾ, ഫറവോന്മാരുണ്ടാകും. അതാരാണ് എന്താണെന്നൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മനതാരിൽ കണ്ടാൽ മതി. പക്ഷെ ഇതൊക്കെ ദൈവമായ കർത്താവ് നിർത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ ആത്മീകതയുടെ തെളിച്ചത്തിനും വെളിച്ചത്തിനും വേണ്ടിയിട്ടാണ്.
സത്യത്തിൽ വെളിച്ചത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ ഇരുട്ടുണ്ടാകണം. ഇരുട്ടത്ത് വെളിച്ചം പ്രകാശിക്കുമ്പോഴാണ് വെളിച്ചത്തിൻ്റെ ശക്തി എത്ര എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മഴവില്ല് സുന്ദരമാണ്, പക്ഷെ മഴവില്ല് നന്നായി പ്രകാശിക്കണമെങ്കിൽ നല്ല കാർമേഘവും ഇരുണ്ടൊരു അന്തരീക്ഷവും വേണം. നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തി നിൽക്കുമ്പോൾ മഴവില്ല് തെളിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെയാകും. നല്ല ഇരുട്ടത്താണ് മനോഹരമായി നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന, ഇലുമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വീടുകൾ അത് നല്ല ശോഭയോടെ കാണണമെങ്കിൽ നല്ല രാത്രിയിലേ പറ്റുള്ളൂ. ഇതുപോലെ ദൈവികമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നന്നായി നമുക്ക് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഒരു പ്രതിയോഗിയും എതിരാളിയൊക്കെ വേണം. നമ്മുടെ ബുദ്ധി അത് സമ്മതിക്കില്ല. നമ്മുടെ മനസ്സ് അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ആകുലപ്പെടും. പക്ഷേ പ്രാർത്ഥനയുടെ ശക്തി, ആത്മീകത്തിൻ്റെ ബലം, വിശ്വാസത്തിൻ്റെ ശക്തി, വിശുദ്ധ ജീവിതത്തിൻ്റെ മഹത്വം ഇതൊക്കെ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ചില ശക്തികൾ വേണം. വേദപുസ്തകത്തിൽ അങ്ങനെ ചില കഥാപാത്രങ്ങളുണ്ടല്ലോ. ഫറവോൻ, അതുപോലെ ഹാമാൻ, ഹെരോദാവ്, ഇങ്ങനെയുള്ള കുറേ കക്ഷികളുണ്ട്. ഇവരെല്ലാം കാലാകാലങ്ങളിൽ ഇസബേൽ, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടല്ലോ. സൻബല്ലത്ത്, തോബിയാവ്, ഇനിയും തപ്പിയാൽ ഒത്തിരി പേരെ കിട്ടും. ഇവരൊക്കെ വേദപുസ്തകത്തിനകത്ത് വിവിധ ഘട്ടങ്ങളിൽ ശക്തമായ പ്രാർത്ഥനയും ദൈവിക പദ്ധതികളൊക്കെ ഉള്ള കാലത്ത് ഇവരിൽ പലരും തലപൊക്കി വന്നു. നെഹമ്യാവിൻ്റെ കാലത്ത് വളരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവിക ദൗത്യം ഏറ്റെടുത്ത് യെരൂശലേമിൽ വന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സൻബല്ലത്തും തോബിയാവൊക്കെ പൊങ്ങി വന്നത്. ശരിക്കും അവരിങ്ങനെ എരിവോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ 52 ദിവസം കൊണ്ടൊക്കെ മതിൽ പണി തീർന്നതെന്ന് പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിക്കാരും നെഹമ്യാവൊക്കെ താളം തല്ലി നിന്നേനെ. വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ ദൈവം ചിലപ്പോൾ ചില എതിരാളികളെ നിർത്തിയാക്കാം. എസ്തേറിൻ്റെ പുസ്തകത്തെ ഇത്ര പ്രബലമാക്കിയത് ശക്തമായ എതിരും വെല്ലുവിളികളും രാജാവിനെ കൊണ്ട് കയ്യൊപ്പ് വെപ്പിച്ച് യഹൂദന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴുമരം വരെ തീർത്ത് പരാക്രമം നടത്തിയ ഹാമാൻ എന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകത്തിന് ഈ വേദപുസ്തകത്തിലുള്ള സ്ഥാനം പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരെ ദൈവം നിർത്തിയിരിക്കുന്നതാണ് നമ്മളിൽ പലരുടെയും വിശ്വാസത്തിൻ്റെ മഹത്വത്തിന് കാരണമാകുന്നത്. ഇന്നത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരിക്കാം. നമ്മളെ വല്ലാതെ പരിഹസിച്ചവരും ഉപദ്രവിച്ചവരുമായിരിക്കാം. പക്ഷേ ഇന്നും ദൈവം അവരെ നിർത്തിയിരിക്കുന്നെങ്കിൽ അത് നമ്മൾ കുറേയും കൂടി വൃണിതരാകട്ടെ, തകരട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല. നിൻ്റെ വിശ്വാസത്തിന് അർത്ഥമുണ്ടെന്നും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നും നിൻ്റെ ദൈവം ജീവിക്കുന്നവനാണെന്നും തെളിയണമെങ്കിൽ അത് തെളിയുന്നത് വരെയും ഫറവോനെ ദൈവത്തിന് നിർത്തിയേ മതിയാകൂ. ചെങ്കടൽ തീരത്ത് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു. ആ വിവരം വർഷങ്ങൾക്ക് ശേഷം യോശുവ ഒറ്റുകാരെ പറഞ്ഞയക്കുമ്പോൾ ആ രാഹാബ് എന്ന സ്ത്രീ ഒറ്റുകാരോട് പറഞ്ഞു വിടുന്നുണ്ട്. അതൊക്കെ യോശുവയുടെ പുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് അതീവമായിരിക്കുന്ന സ്തോത്രം ചെയ്യാനുള്ള വകയുണ്ടാവും. കാരണം ചെങ്കടൽ പിളർന്നത് മാത്രമല്ല, ഫറവോനെ ഇല്ലാതാക്കിയത് അവർ കേട്ടു. ഇത്ര വലിയ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്നവർ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചില വലിയ ശക്തികൾ ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും രോഗമായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും പ്രശ്നമായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, തടസ്സമായിരിക്കാം നമ്മുടെ മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കുന്നത്. അത് ദൈവം കാണുന്നില്ലേ? ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് തറുത്ത് കളഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ അതിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തൊക്കെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ നിറവേറുവോളം ഫറവോനെ ദൈവം നിർത്തിയിരിക്കുക എന്നതുപോലെ ചില പ്രശ്നങ്ങൾ നമ്മൾ ആഗ്രഹിച്ച സമയത്തൊന്നും നീങ്ങിപ്പോയിട്ടുണ്ടാകില്ല. പക്ഷെ അതിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. കർത്താവ് അത് നിവർത്തിക്കും. നിവർത്തിക്കുന്നത് വരെയും നിങ്ങൾ പിടിച്ചു നിൽക്കണം. അത് കഴിയുമ്പോൾ അതില്ലാതായിക്കോളും. അതിനിടയിൽ കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കില്ല. നമ്മുടെ വിശ്വാസത്തെ മാനിക്കത്തേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശക്തി വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ.
നാം തോറ്റുപോയി എന്ന് വരുത്തി തീർക്കത്തില്ല. പേടിക്കണ്ട. ദൈവം നിർത്തിയ ചില വിഷയങ്ങളുണ്ട്. സൂക്ഷ്മ പരിശോധന നടത്തിക്കോ. അത് നന്മയ്ക്കായി മാറും, ദൈവനാമ മഹത്വത്തിനായി മാറും, വിശ്വാസത്തിൻ്റെ ഉജ്ജ്വല പ്രഭയ്ക്കത് കാരണമാകും. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഇന്നത്തെ ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിച്ചു, പൗലോസ് മാർമികമായിരിക്കുന്ന കാര്യം എടുത്തെഴുതി. ഫറവോനെ ദൈവം ഒറ്റയടിക്ക് തകർത്ത് കളയാതെ ദൈവം കുറേ കാലത്തേക്ക് കൂടി നിർത്തി. അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് നീങ്ങിപ്പോകാത്ത, എത്ര കരഞ്ഞിട്ടും മാറിപ്പോകാത്ത ചില വൻകട ശക്തികൾ ഉണ്ടായേക്കാം. അപ്പാ, അതിൻ്റെ പുറകിലെ ദൈവോദ്ദേശം മാത്രം നടക്കട്ടെ. അതിനിടയിൽ ദുഷ്ടൻ പ്രബലനാകരുത്. ദൈവനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.